ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എടാ ഹരീഷ് ഈ കാര്യം അറിയരുത്. അറിഞ്ഞ ഉടൻ തന്നെ നീതുവിൻ്റെ വീട്ടിൽ പോയി അവൻ വഴക്കുണ്ടാക്കും. നീതു ഹരീഷേട്ടനെ വന്ന് കാണാതിരുന്നാൽ പോരായിരുന്നോ? അവളെ തല്ലുകയോ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾ നിർത്തിയോ? എന്നിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമോ അവർ? എടാ ഈ കാര്യം നിർത്തി. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലയോ? ദാ വരുന്നു. എടാ നികേഷേ, ആവശ്യമില്ലാതെ അവൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഞാനൊന്നും സംസാരിക്കുന്നില്ലേ? എടാ ഹരീഷേ, നിനക്ക് ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? ഞാൻ വന്ന പാടെ കഴിക്കുന്ന ശീലമില്ലല്ലോ. ഞാൻ കയ്യും കാലും കഴുകിയിട്ട് വരട്ടെ? എന്നാൽ ചെല്ല്. എന്നെ ഉപദേശിച്ചിട്ട് ഇപ്പം കുളമാക്കിയവ സമാധാനമായല്ലോ. ആ മുഖം കണ്ടാലേ അറിയാം എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ടെന്ന്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കഴിക്കാൻ എടുക്കട്ടെ എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഓരോ ദിവസം സുഭാഷേട്ടൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? സുഭാഷേട്ടനൊന്നും മറച്ചു വെക്കാൻ അറിഞ്ഞുകൂടാ. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നതുപോലെയാണല്ലോ പെരുമാറുന്നത്. ഇരിക്ക്, കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് കുറ. ബാ മോനെ ഹരീഷ്, സ്കൂട്ടറൊക്കെ കടയിൽ എങ്ങനെ ശരിയാക്കാനുണ്ടോ? ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അങ്ങനെയൊന്നും ഇല്ല. അപ്പോഴത്തേന് അച്ഛൻ വരുന്നു. അങ്ങനെയൊന്നും ഇല്ലയോ? ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ വീടിൻ്റെ പേര് നാട്ടുകാർ മുമ്പിൽ നാറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ വന്ന് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞത്. ആരാണ് വന്നത് അച്ഛാ? ആരുമില്ലെന്ന് പറഞ്ഞില്ലയോ? ഒന്നുമില്ലടാ, അച്ഛൻ പറയട്ടെ. നീ പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ ചേട്ടൻ വന്ന് അവൻ്റെ കൂട്ടുകാരും കൂടെ വന്ന് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പോയി. നിങ്ങളോട് പോവാൻ പറഞ്ഞില്ലേ? നിങ്ങൾ മറച്ചു വെക്കുന്ന പോലെ ഞാൻ മറച്ചു വെക്കത്തില്ല. അവനാണ് ഈ കാര്യം ആദ്യം അറിയേണ്ടത്. ബാ പോന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അച്ഛനെ പുറത്തോട്ടാക്കുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടയോ? അച്ഛൻ പറഞ്ഞത് സത്യമായിരുന്നോ? നീതുവിൻ്റെ ചേട്ടൻ ഇവിടെ വന്നായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. നീതുവിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരല്ലാത്ത വേറെ ആരും വന്നു? വേറെ ആരും വന്നില്ല. അവരെന്താ വന്ന് പറഞ്ഞിട്ട് പോയ? അവരൊന്നും പറഞ്ഞില്ല. അവരെന്താ പ്രശ്നമുണ്ടാക്കിയത്? അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരെന്താ പറഞ്ഞിട്ട് പോയത്? എടാ നീ അവിടെ അനിയത്തിയോട് സംസാരിക്കുന്നത് അവന് ഇഷ്ടമല്ല, അതാണ് വന്ന് പറഞ്ഞിട്ട് പോയത്. ഏട്ടനെ എന്തെങ്കിലും ചെയ്തോ? എടാ ഏട്ടനെ ഒന്നും ചെയ്തില്ല. ചെയ്തായിരുന്നെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കുമോ? എടാ അവനോട് സത്യം പറ. അച്ഛൻ കയറി വരുന്നു. സുധീഷേട്ടാ, എന്താ ഉണ്ടായത്? നമ്മൾ ഇതൊക്കെ കേൾക്കാനുള്ള ഉത്തരവാദി അവനല്ലയോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുക. അവനിവിടെ കയറി എല്ലാവരെയും ചീത്ത വിളിച്ചോട്ട് പോയി. കയ്യാങ്കളി വരെയായി. അവനും ഇവനും അടിയൊഴ ഉണ്ടായി. അവനാരാ നമ്മുടെ വീടിനെ കുറിച്ച് പറയാൻ? ആ ഓട്ടോക്കാരൻ്റെ വീട് ബംഗ്ലാവാണോ? അവൻ്റെ വീടിനെ കുറിച്ച് എനിക്ക് അറിയാത്തതാണോ? ആ ചെറുക്കൻ്റെ അപ്പൂപ്പൻ ഞാൻ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുമ്പോൾ അതൊന്ന് ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓട്ടോക്കാരൻ ചന്ദ്ര ഇന്ന് വന്ന് ചെറുക്കൻ്റെ അച്ഛൻ, നിന്റെ ഭാവി അമ്മായപ്പൻ, അവൻ വരെ എന്നെ ഓട്ടോ പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പിറകെ നടന്നിട്ടുണ്ട്. ഞാൻ പിറങ്കാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ടുണ്ട്. അച്ഛനൊന്ന് നിർത്ത്. ഞാൻ എന്തിനു നിർത്തണം? ആ ചെറുക്കൻ എൻ്റെ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എൻ്റെ ഒരു പെരുമാറുന്നത് നീയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയാൻ പോകുന്നത്? ഇവൻ കാരണമല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇവനോടല്ലേ പറയേണ്ടത്? നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ. നിങ്ങൾ പുറത്തു വന്ന്. നീ ബഹളം വെക്കണ്ട, ഞാൻ പൊക്കോളാം. അച്ഛൻ അപ്പോഴത്തേനെ പുറത്തോട്ട് പോകുന്നു. സുഭാഷേട്ടനെ അവൻ എന്തെങ്കിലും ചെയ്തോ? എടാ ഹരീഷ, അവൻ ഇവിടെ ആരെയും ഒന്നും ചെയ്തില്ല. അവൻ ഇവിടെ വന്ന് എല്ലാവരെയും ചീത്ത വിളിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. നമ്മളെ നമ്മുടെ വീടിനെ മോശമായിട്ട് പറയുന്നവനെ വെറുതെ വിടണോ? ഹരീഷേട്ടൻ, നമ്മളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലയോ? അച്ഛൻ പറയുന്നവരെ അവരുടെ വീടെന്താ ബംഗ്ലാവാണോ? എനിക്ക് അവനോട് ചോദിച്ചേ പറ്റൂ. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു സുധീഷ് പറയുന്നു. വീട്ടിൽ ചെന്ന് ചീത്ത വിളിക്കുകയാണോ വേണ്ടത്? നിന്നോടൊക്കെ അല്ലയോ ചോദിക്കേണ്ട എന്ന് പറഞ്ഞത്? ഒരു രാത്രി ഇത്രയും സമയം ഇപ്പോഴാണോ ചെന്ന് ചോദിക്കേണ്ടത്? നിന്നോടല്ലേ ചോദിക്കേണ്ടെന്ന് പറഞ്ഞത്? നീ പറയുന്നു ഹരീഷ് ഇത് വിട്, ഇനി രാത്രി ഒന്നിനും പോകണ്ട, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞു ഹരീഷും മുറ്റത്ത് അവിടെ തന്നെ ഇരിക്കുന്നു. സുധീഷ് ഇനി ഹരീഷിൻ്റെ അടുത്ത് പോയി ഏരി കയറ്റാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ ഉള്ളത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഇനി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാവരും ഉറങ്ങിയിട്ട് ഹരീഷ് മുറ്റത്ത് തന്നെ ഇരിക്കുക. പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അപ്പോഴാണ് നീതു വിളിക്കുന്നത്. ഹരീഷ് കട്ടാക്കി വിടുകയാണ്. നീതു പിന്നെയും വിളിക്കുന്നുണ്ട്. ഹരീഷ് പിന്നെയും കട്ടാക്കുന്നുണ്ട്. പിന്നെ ഹരീഷ് എടുക്കുന്നു. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എത്ര നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ കട്ടാക്കി വിടുന്നത്? എന്താ കാര്യം പറ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ അവനോട് പോയി ചോദിക്ക്. പിന്നെ ചൂടാവാതെ. ഞാനില്ലാത്ത സമയം നോക്കി നിന്റെ ചേട്ടൻ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് പോയി. ഞാനപ്പോൾ ചിരിക്കണോ? നിന്റെ അച്ഛൻ വന്ന് വർക്ക്ഷോപ്പിൽ വെച്ച് ബഹളം വെച്ചിട്ട് പോയി. നിന്റെ ചേട്ടൻ വന്ന് ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞിട്ട് പോയി. അവരിതൊക്കെ സഹിക്കണോ? ഞാൻ അവനിങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. അഥവാ വന്ന് പറയുവാണെങ്കിൽ ഞാൻ അവിടെ ഉള്ളപ്പോൾ വന്ന് പറയണം. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. പ്ലീസ് ഹരീഷേ. അവൻ അവിടെ വന്നത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാനും അവനും വന്ന് വഴക്കും ഉണ്ടായി. ഞാൻ അറിയാതെ ചെയ്ത കാര്യത്തിന് നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഓരോ നഷ്ടം പേടിച്ചാണ് ഓരോന്നിൽ നിന്ന് പിന്മാറി നിന്നത്. ലവ് വേണ്ടാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ? നിന്നോട് പൊക്കോളം ഞാൻ എത്ര തവണ പറഞ്ഞതാ? ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. വീടിനെ പറ്റി മോശമായി പറഞ്ഞ് അവരെ നാണം കെടുത്തുകയാണ്. അവരൊഴിഞ്ഞു മാറിപ്പോകുകയാണ്. അവരെന്തിനിതൊക്കെ സഹിക്കണം? ഹരീഷ, അവനോടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത്. ഈ കാരണം ഉണ്ടായത് നീ കാരണമാ. പിന്നെ നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോട് ദേഷ്യപ്പെടണം? എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇവിടെയുള്ളവർ വഴക്കുണ്ടാക്കാൻ വന്നോ? ഞാൻ ഹരീഷിൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എങ്കിൽ നീ അവനെ തടയണമായിരുന്നു. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലേ? എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ പറഞ്ഞാൽ പിന്നെ ഞാൻ സഹിക്കും. എൻ്റെ വീട്ടിൽ കയറി എന്നെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ സഹിക്കൂല.
ചേട്ടനെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ട ഞാൻ എന്തായാലും അടി കൊടുക്കും. അതിനൊരു വ്യത്യാസവും കാണത്തില്ലേ. ഇനി മേലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നെ ഫോൺ വിളിച്ച് പോകരുത്. അപ്പോഴത്തേന് നീതുവിൻ്റെ അമ്മ കയറി വരുന്നു. നീ ആരെയാണ് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടത്? നീ എത്ര പറഞ്ഞാലും ആ ചെറുക്കനെ വിളിക്കാതിരിക്കത്തില്ല അല്ലയോ? എനിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഹരീഷിനെ വിളിക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ വിളിക്കും. അടിച്ച് ഞാൻ മുട്ടുകാല് തല്ലിപ്പൊട്ടിക്കും. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ട അമ്മേ. ആദ്യം അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയത് എന്തിനാന്ന് പോയി ചോദിക്കും. അല്ലാതെ ഹരീഷ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയില്ലല്ലോ. എന്ത് പറഞ്ഞെടീന്ന് പറഞ്ഞൊരു തല്ലുന്നു. ഞാൻ പറയുവാണെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലാതെ നാട്ടുകാരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ മോൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ ഹരീഷുമായി ബന്ധം നിർത്തുമെന്നാണ് കരുതിയത്. ഞാൻ നിർത്തുകയില്ല. നിനക്ക് എത്ര തല്ല് കിട്ടിയാലും നീ നന്നാവുകയില്ല. നിനക്ക് ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ഒരു തവണയെങ്കിലും അവൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റുവേ. എന്നെ കളിയുന്ന പിറ്റേന്ന് രാവിലെയാണ്. നിധി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നികേഷ് വന്ന് ചോദിക്കുന്നു, ഏട്ടത്തി പത്രത്തിലെ പ്രധാന വാർത്തകൾ എന്താ? സുഭാഷേട്ടൻ വന്ന് ചായ കൊടുക്കുന്നു. നിധി മോളെ ഇത് കുടിക്കുക. സുധീഷൊന്നും ഇവിടെ ഇല്ല. അവർ കുറച്ച് മുമ്പ് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറത്തോട്ട് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അന്ന് പോയത്. അതെ, ഒന്നിച്ച് പോകുന്ന പതിവില്ലല്ലോ. അവരെ ഓർത്ത് എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. കൊച്ചുകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. കൊച്ചുകുട്ടികൾ പോയി വഴക്കുണ്ടാക്കിയിട്ട് വരട്ടെ എന്ന് വിചാരിക്കാം. നികേഷ് അവരെ ഒന്ന് വിളിയടാ. നികേഷ് വിളിക്കുമ്പോൾ തന്നെ ഹരീഷേട്ടൻ്റെ ഫോൺ ഇവിടെ വെച്ചേക്കുക. അപ്പോൾ സുധീഷേട്ടനെ വിളി. സുധീഷാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുക. സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പോകുന്നത്? മോക്ക് അവരുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരുമിച്ചാലാണ് പ്രശ്നം. എനിക്കൊരു സംശയം, നീതുവിൻ്റെ വീട്ടിലേക്കാണ് പോയെന്നാ തോന്നുന്നത്. ഇന്നലെ ഹരീഷേട്ടൻ വന്നപ്പോഴേ എല്ലാ കാര്യവും പറഞ്ഞില്ലയോ? എങ്കിലെന്നാ തുലഞ്ഞ്. അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവൻ വരുമ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴത്തേന് ഹരീഷ് വന്നപ്പോഴത്തേന് അച്ഛൻ കയറി എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവോ എന്തോ. ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് പോകുന്നു. നികേഷ് പറയുന്നു, സുഭാഷേട്ടാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അവരെവിടെ എത്തിക്കാണും. സതീഷും ഹരീഷും കൂടെ വരുമ്പോൾ നീതുവിൻ്റെ അച്ഛൻ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. വാതിക്കൽ അടച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കയറി വരേണ്ട വഴിയല്ല ഇത്. രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരുന്നത് നീ വിളിച്ചിട്ടാണോ ഇങ്ങോട്ട് കയറി വരുന്നത്? ഞാൻ വിളിച്ചില്ല. നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നത്? പിടിച്ചിവന്മാരെ പുറത്താക്ക്. നീ എന്തിനാടി ചിരിക്കുന്നത്? നിങ്ങളുടെ മകൻ എൻ്റെ വീട്ടിൽ വരാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ദേഷ്യം കയറി വരുന്നുണ്ട് അല്ലേ? എൻ്റെ മകൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നു അല്ല. അതുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വരാമെന്നോ വിചാരം? നീ അകത്ത് കയറി പോടി. ഇപ്പോഴത്തേന് നീതുവിൻ്റെ ചേട്ടൻ വരുന്നു. നീ എന്താടാ വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കാൻ നിൽക്കുവാന്നോ? എടാ നീ എന്തൊക്കെയാ വലിച്ചു കയറ്റുന്നത്? നിന്നെ കണ്ടാലേ അറിയാം നിന്റെ മുഖം ശരിയല്ല. എടാ മര്യാദയ്ക്ക് സംസാരിക്കാൻ വരുമ്പോൾ നീ കൈ പൊക്കുകയാണോ? കൈ താത്തിട്ടാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് ഞെരിക്കുന്നു. കൈ വിട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.